നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മുന്നോട്ടു പോയ ശേഷം 45 വയസ്സിൽ ലോകം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടി വരരുത്. കാരണം അപ്പോഴേക്കും ഒരുപാട് വൈകിയിരിക്കും. പുരുഷന്മാർ ജീവിതത്തിൽ വൈകി പഠിക്കുന്ന 7 പാഠങ്ങൾ നിങ്ങൾ ചെറുപ്പത്തിലേ പഠിക്കണം. ഇവ ജീവിതമാകുന്ന ഗെയിം ജയിക്കാനുള്ള ചില ചീറ്റ് കോഡുകൾ പോലെയാണ്. ഇത് മനസ്സിലാക്കിയാൽ മത്സരങ്ങളെ എളുപ്പത്തിൽ തോൽപ്പിച്ച് വിജയം നേടാൻ നിങ്ങൾക്ക് സാധിക്കും. 1. അമിതമായ ലൈംഗികത നിങ്ങളുടെ മാസ്കുലിനിറ്റി കൊടുക്കുന്നു. പുരുഷന്മാരെപ്പോഴും ലൈംഗികമായി കൂടുതൽ താൽപ്പര്യമുള്ളവരാണ്. എന്നാൽ ഇന്ന് പോൺ വെബ്സൈറ്റുകൾ, ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം, ഓൺലി ഫാൻസ് പോലുള്ള പ്ലാറ്റ്ഫോമുകളുടെ കടന്നുവരവോടെ ലൈംഗികപരമായ ഉള്ളടക്കങ്ങളുടെ ഒരു വലിയ ലോകം തന്നെ നമുക്ക് മുന്നിൽ തുറന്നു. പുരുഷന്മാർ തങ്ങളുടെ ലൈംഗിക ആവശ്യങ്ങൾ നിറവേറ്റാനും വിരസത ഒഴിവാക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും ഇത്തരം പ്ലാറ്റ്ഫോമുകളിലേക്ക് തിരിയുന്നു. ഇത് ലൈംഗികപരമായ ആഗ്രഹങ്ങളിൽ നിയന്ത്രണം നഷ്ടപ്പെടുന്നതിലേക്ക് നയിക്കുന്നു. ഒരു ഉദാഹരണത്തിന് 1000 പുരുഷന്മാരിൽ നടത്തിയ ഒരു സർവേയിൽ 50% പേരും ഫോയുറിസം അഥവാ ഫ്രോട്യൂറിസം പോലുള്ള വഴിവിട്ട ലൈംഗികാസക്തിയിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചു. മറ്റൊരാളുടെ അനുമതിയില്ലാതെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കാനുള്ള ആഗ്രഹമാണിത്. ഈ അതിരുകടന്ന ലൈംഗിക ആസക്തി പുരുഷന്മാരുടെ മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുത്തുകയും അതവരുടെ മാസ്കുലിനിറ്റി കുറയ്ക്കുകയും ചെയ്യുന്നു. റോമൻ ചക്രവർത്തിയായിരുന്ന മാർക്കസ് ഔറേലിയസ് തന്റെ അധികാരത്തിന്റെ ഉന്നതിയിൽ ലോകത്തിലെ എല്ലാ പണത്തിലേക്കും സ്ത്രീകളിലേക്കും പ്രവേശനമുണ്ടായിരുന്നിട്ടും തന്റെ മെഡിറ്റേഷൻസ് എന്ന പുസ്തകത്തിൽ ലൈംഗിക അരാജകത്വം ഒരു സ്ത്രീ സ്വഭാവമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൈംഗികത നല്ലതാണെങ്കിലും അതിൽ മുഴുകരുത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. ധാർമ്മികതയ്ക്കും ആത്മനിയന്ത്രണത്തിനുമാണ് പ്രഥമ പരിഗണന. ആത്മനിയന്ത്രണമില്ലാത്ത വ്യക്തികൾക്ക് ലൈംഗിക അരാജകത്വം ഉണ്ടാകുമെന്നും അത് സ്ത്രീകളുടെ സ്വഭാവമാണെന്നും അദ്ദേഹം കരുതി. പോണിന്റെ ദൂഷ്യവശങ്ങളും നിയന്ത്രണമില്ലായ്മയും പുരുഷന്മാർക്ക് പ്രായമാകുമ്പോഴും ജീവിതാനുഭവങ്ങളിലൂടെയും മാത്രമേ മനസ്സിലാകൂ. അപ്പോഴേക്കും ഒരുപാട് വൈകിയിരിക്കും. ചെറുപ്പത്തിൽ തന്നെ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഇത്രയധികം നിയന്ത്രണമുണ്ടായിരുന്നുവെന്ന് ഓർത്തു നോക്കൂ. 2. ടെസ്റ്റോസ്റ്റിറോൺ നിങ്ങളുടെ ശക്തിയുടെ ഉറവിടം. നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ അളവ് നിങ്ങളുടെ ശക്തിയുടെ ഉറവിടമാണ്. ഇത് നിങ്ങൾക്ക് പ്രചോദനം, ആത്മവിശ്വാസം, ശാരീരിക ശക്തി, പേശികളുടെ വളർച്ച, അസ്ഥികളുടെ സാന്ദ്രത എന്നിവ നൽകുന്നു. എന്നാൽ കഴിഞ്ഞ ഏതാനും ദശകങ്ങളായി പുരുഷന്മാരിലെ ടെസ്റ്റോസ്റ്റിറോൺ അളവ് ശരാശരി 1% വീതം പ്രതിവർഷം കുറഞ്ഞുവരുന്നു. മാനസികമായും ശാരീരികമായും പുരുഷന്മാർക്ക് ശക്തി കുറഞ്ഞതായി തോന്നുന്നതിന് ഇതൊരു കാരണമാണ്. ഇത് സംഭവിക്കുന്നതിന് 2 പ്രധാന കാരണങ്ങളുണ്ട്. ആദ്യത്തേത് അമിതവണ്ണമാണ്. ചരിത്രത്തിൽ മറ്റൊരു കാലഘട്ടത്തിലും ആളുകൾ ഇത്രയധികം ഭക്ഷണം കഴിക്കുകയും ഇത്രയധികം നിഷ്ക്രിയരായിരിക്കുകയും ചെയ്തിട്ടില്ല. സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ പറയുന്നതനുസരിച്ച് ജനസംഖ്യയുടെ 73% പേരും അമിതവണ്ണമുള്ളവരോ അമിതഭാരമുള്ളവരോ ആണ്. കൊഴുപ്പുള്ള കോശങ്ങളിൽ ഈസ്ട്രോജന്റെ മുന്നോടികളുണ്ടെന്നും അത് ഈസ്ട്രോജനായി മാറി ടെസ്റ്റോസ്റ്റിറോൺ അളവ് കുറയ്ക്കുന്നു എന്നതാണ് പ്രശ്നം. ഇതിനെങ്ങനെ പരിഹാരം കാണാം? 1960കളിൽ പുരുഷന്മാർ ജീവിച്ചിരുന്നതുപോലെ നിങ്ങൾ ജീവിക്കണം. 1960കളിൽ ശരാശരി കലോറി ഉപഭോഗം പ്രതിദിനം 2700 കലോറിയായിരുന്നു. ഇന്ന് നമ്മൾ ശരാശരി 3800 കലോറി ഉപയോഗിക്കുന്നു. നിങ്ങളുടെ പ്രതിദിന കലോറി ഉപഭോഗം 2700 കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉടനടി ശരീരഭാരം കുറയാൻ തുടങ്ങും. 1960കളിൽ പ്രസിഡന്റ് ഐസൻഹവർ എല്ലാ ഹൈസ്കൂൾ വിദ്യാർത്ഥികളും പുൾ-അപ്സ്, സിറ്റ്-അപ്സ്, ഷട്ടിൽ റൺ, 50 യാർഡ്സ് ഡാഷ്, ബ്രോഡ് ജംപ്, ബോൾ ത്രോ തുടങ്ങിയ ശാരീരിക ക്ഷമതാ പരീക്ഷകൾ പൂർത്തിയാക്കണമെന്ന് നിയമമാക്കി. നിങ്ങൾ അതേ വ്യായാമങ്ങൾ ചെയ്യേണ്ടതില്ല. ഞാനിപ്പോൾ പറഞ്ഞവയിൽ ഏതൊന്ന് പൂർത്തിയാക്കാനും നിങ്ങൾക്ക് ശാരീരിക ക്ഷമതയുണ്ടായിരിക്കണമെന്നതാണ് ആശയം. 3. മാനസിക ആരോഗ്യത്തെ അവഗണിക്കുന്നത് നിങ്ങളെ ദുർബലരാക്കുന്നു. മനസ്സിന്റെ ആരോഗ്യം മിക്ക പുരുഷന്മാരും അവഗണിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രശ്നമാണ്. എന്നാൽ ഇത് വളരെ ഗൗരവമൊരു സംഭവമാണ്. 2ാം ലോക മഹായുദ്ധത്തിനും മഹാമന്ദിക്കും ശേഷമുള്ളതിനേക്കാൾ കൂടുതലാണിപ്പോൾ ആത്മഹത്യാ നിരക്ക്. ഓരോ 1,00,000 പേരിലും 14.4 എന്ന നിരക്കിലാണ് ആത്മഹത്യകൾ നടക്കുന്നത്. ഇത്രയധികം വിഭവങ്ങൾ ലഭ്യമായിരിക്കുമ്പോൾ മാനസികാരോഗ്യ പ്രശ്നങ്ങളിൽ വർധനവുണ്ടാകരുത്. നിങ്ങൾക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങളോ ഉത്കണ്ഠയോ വിഷാദമോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ പോലും മനുഷ്യനായി ജീവിക്കുന്നത് ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളെ വ്യത്യസ്തമായൊരു കോണിൽ നിന്ന് സമീപിക്കാൻ തെറപ്പിക്ക് നിങ്ങൾക്കൊരു പുതിയ കാഴ്ചപ്പാട് നൽകാൻ സാധിക്കും. അമേരിക്കൻ ഫൗണ്ടേഷൻ ഫോർ സൂയിസൈഡ് പ്രിവെൻഷൻ പ്രസിഡന്റ് പറയുന്നതനുസരിച്ച് വർദ്ധിച്ച സമ്മർദ്ദവും സുരക്ഷിതത്വമില്ലായ്മയുമാണ് ഇതിനു കാരണം. ഒരു പുരുഷൻ എന്ന നിലയിൽ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് തോന്നുന്നതുവരെ ഈ പ്രശ്നങ്ങളെ അവഗണിക്കാൻ കഴിയില്ല. നിങ്ങളുടെ വികാരങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതോ മാനസിക ആരോഗ്യത്തെ അവഗണിക്കുന്നതോ ഒരു വീക്ക്നെസ്സാണ്. ശക്തനാകാൻ നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. 4. ഫിസിക്കൽ സ്ട്രെങ്ത് ഈക്വൽസ് മെന്റൽ സ്ട്രെങ്ത്. ശാരീരികമായി ശക്തനാകുന്നത് നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിന് സഹായിക്കും. കാരണം ഇത് നിങ്ങളുടെ സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കും.
ഇത് നിങ്ങളുടെ മെന്റൽ സ്ട്രെങ്തിനെ നയിക്കുന്നു. പ്രശ്നമെന്തെന്നാൽ നമ്മുടെ തലമുറ ചരിത്രത്തിലെ ഏറ്റവും ദുർബലമായ തലമുറയാണ്. ഉദാഹരണത്തിന്, ഒരു പഠനം കാണിക്കുന്നത് മില്ലേനിയൽസിന്റെ കൈമുറുക്ക് അവരുടെ മാതാപിതാക്കളെ അപേക്ഷിച്ച് 22% കുറഞ്ഞു എന്നാണ്. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും മോശം വാർത്തയാണ്. കാരണം പുരുഷന്മാർ തങ്ങളെ ശക്തരായ ഒരു മസ്കുലൈൻ ഫിഗറായി കാണുന്നില്ല. 18 മുതൽ 24 വയസ്സുവരെയുള്ള പുരുഷന്മാരോട് തങ്ങളെ പൂർണ്ണമായും മസ്കുലൈനായിട്ടോ പൂർണ്ണമായും ഫെമിനൈനായിട്ടോ വിലയിരുത്താൻ ആവശ്യപ്പെട്ടപ്പോൾ 2% പുരുഷന്മാർ മാത്രമാണ് തങ്ങളെ പൂർണ്ണമായും മസ്കുലൈനായി വിലയിരുത്തിയത്. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം? നിങ്ങൾ ജിമ്മിൽ പോയി സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യണം. ഇതിന്റെ അർത്ഥം നിങ്ങൾ വ്യായാമം ചെയ്യുമ്പോൾ വെയ്റ്റ്സ് ഉയർത്തുകയും ഓരോ തവണ ജിമ്മിൽ പോകുമ്പോഴും ക്രമേണ കൂടുതൽ വെയ്റ്റ്സ് ആഡ് ചെയ്യുകയും ചെയ്യണം. ആഴ്ചകൾ കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരം മസിൽ വളരുന്നത് നിങ്ങൾ കാണും. ഇത് നിങ്ങളുടെ കോൺഫിഡൻസും പവറും വർദ്ധിപ്പിക്കും, നിങ്ങളുടെ മനസ്സിനെ സ്ട്രെങ്തൻ ചെയ്യും. 6. ബാഹ്യ അംഗീകാരത്തെ അമിതമായി ആശ്രയിക്കുന്നത്. നിങ്ങൾ മികച്ചവനാണെന്ന് മറ്റൊരാൾ പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എക്സ്റ്റേണൽ വാലിഡേഷനാണ്. നിങ്ങൾ മികച്ചവനാണെന്ന് അറിയുന്നത് ഹൈ സെൽഫ് പെർസെപ്ഷനാണ്. പ്രശ്നമെന്തെന്നാൽ ആളുകൾക്ക് സ്വന്തം സെൽഫ് പെർസെപ്ഷൻ വർദ്ധിപ്പിക്കാൻ മറ്റുള്ളവർ അവരെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് കാണേണ്ട ആവശ്യം വർദ്ധിച്ചു വരുന്നു. ആദ്യം തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗം നിങ്ങളെ ഡിപ്രസ്ഡ് ആക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 1 മണിക്കൂർ സോഷ്യൽ മീഡിയ ഉപയോഗം നിങ്ങളുടെ സെൽഫ് എസ്റ്റീം സ്കോർ 6 പോയിന്റ് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങൾ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇത്. തുടർച്ചയായി അപ്ഡേറ്റ്സുകൾ പോസ്റ്റ് ചെയ്യുകയും പോസിറ്റീവ് ഫീഡ്ബാക്ക് നേടാൻ സ്വയം നിലയുറപ്പിക്കുകയും ചെയ്യുന്ന സെൽഫ് ഓറിയന്റഡ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്ക് സെൽഫ് എസ്റ്റീം വർദ്ധിക്കുന്നു. എന്നാൽ പോസ്റ്റുകൾ ഇടാതെ മറ്റുള്ളവരെക്കുറിച്ച് മാത്രം കാണുന്ന ആളുകൾ ഈ ഐഡിയലൈസ്ഡ് പെർഫെക്റ്റ് പീപ്പിളിനെ കാണുകയും പോസിറ്റീവ് ഫീഡ്ബാക്ക് ലഭിക്കാതെ വരുമ്പോൾ കമ്പാരിസൺ വഴി കോൺഫിഡൻസ് കുറയുകയും ചെയ്യുന്നു. ഇതിനുള്ള പരിഹാരം ഇതാണ്: നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും പോസ്റ്റ് ചെയ്യുകയും ചെയ്യുക. എന്നിട്ട് കൺസ്യൂം ചെയ്യുന്നത് കുറച്ച് കമ്പയർ ചെയ്യുന്നത് കുറയ്ക്കുക. 7. വീഡിയോ ഗെയിമുകൾ ടെസ്റ്റോസ്റ്റിറോൺ കുറയ്ക്കുന്നു. ഗെയിമിംഗ് അതിന്റെ സെഡന്ററി നേച്ചറും ഓവർ ഈറ്റിംഗ് ഹാബിറ്റ്സും കാരണം ഒബീസിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് എത്രത്തോളം മോശമാണെന്ന് വെച്ചാൽ ഇത് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസിന്റെ കീഴിൽ ഒരു മെന്റൽ ഡിസോർഡറായി തരംതിരിച്ചിരിക്കുന്നു. ഇന്റർനെറ്റ് ഗെയിമിംഗ് ഡിസോർഡർ പ്രിയോക്യുപ്പേഷൻ, വിഡ്രോയൽ, മറ്റ് ആക്ടിവിറ്റീസിൽ താൽപ്പര്യം നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഗെയിം കളിക്കുമ്പോൾ ഓവർ സ്റ്റിമുലേഷൻ കാരണം നിങ്ങളുടെ തലച്ചോർ അൺനാച്ചുറൽ ആയ ലെവൽസിൽ ഡോപ്പമിൻ പുറത്തുവിടുന്നു. ഇത് ദീർഘനേരം ചെയ്യുമ്പോൾ നിങ്ങളുടെ തലച്ചോർ ആ പ്ലെഷർ ലെവലിന് ശീലമാകും. മറ്റ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാനുള്ള മോട്ടിവേഷൻ ഇല്ലാതാകുന്നത് ഇതിന്റെ സ്വാഭാവികമായ ഔട്ട്കമാണ്. ഇതവിടെ അവസാനിക്കുന്നില്ല. ഗെയിമിംഗ് സ്ലീപ്പ് ഇഷ്യൂസ്, ഡിപ്രഷൻ, ആങ്സൈറ്റി എന്നിവയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ദിവസം 2 മണിക്കൂർ ഗെയിം കളിക്കുന്നത് ഡിപ്രഷന്റെ സിംറ്റംസും ഗണ്യമായി വർദ്ധിപ്പിക്കാൻ മതിയാകുമെന്ന് ഒരു പഠനം കണ്ടെത്തിയിട്ടുണ്ട്. ടെസ്റ്റോസ്റ്റിറോൺ കുറയ്ക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് നിങ്ങൾക്കറിയാമോ? ഓവർ ഈറ്റിംഗ് ചെയ്യുക, സെഡന്ററി ആയിരിക്കുക, സ്ലീപ്പ് ഇഷ്യൂസ്, ഡിപ്രഷൻ, ആങ്സൈറ്റി. മോഡറേഷനാണ് കീ. ഗെയിമിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുന്ന ഹാംഫുള്ളായ പല കാര്യങ്ങളും നിങ്ങൾ അതിനായി ചിലവഴിക്കുന്ന മണിക്കൂറുകൾ കുറച്ചു കഴിഞ്ഞാൽ ഗണ്യമായി റിഡ്യൂസ് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് ആ മണിക്കൂറുകൾ റിയൽ ആളുകളുമായി സോഷ്യലൈസ് ചെയ്യുകയോ എക്സസൈസ് ചെയ്യുകയോ പോലുള്ള ഹെൽത്തി ആക്ടിവിറ്റീസിൽക്കായി ഉപയോഗിക്കുക. 7. ആന്റി സോഷ്യൽ ആകുന്നത് വിജയസാധ്യതകൾ ഇല്ലാതാക്കുന്നു. ഞാനൊരു ഇൻട്രോവേർട്ടാണ് എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് അല്ല, ഇത് നിങ്ങളെ ഫെയിലിയറിലേക്ക് നയിക്കും. മിക്ക ആളുകളും ഇതൊരു എക്സ്ക്യൂസായി ഉപയോഗിക്കുന്നു. സോഷ്യൽ ആങ്സൈറ്റി എന്നത് മിക്ക ആളുകൾക്കും ഫേസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു റിയൽ ഫിയർ ആണ്. നിങ്ങൾ സോഷ്യലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്വയം ഹേർട്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ആ ഫിയറിനെ ഫേസ് ചെയ്യേണ്ടി വരേണ്ടതില്ല എന്ന ഷോർട്ട് ടേം കംഫർട്ട് നിങ്ങൾ എൻജോയ് ചെയ്യുന്നു. നിങ്ങൾ സോഷ്യലൈസ് ചെയ്യാത്തത് നിങ്ങളെ ലെസ് കാരിസ്മാറ്റിക് ആക്കുന്നു എന്ന് റിയലൈസ് ചെയ്യാതെ. ഇത് നിങ്ങളുടെ പാർട്ട്ണറെ കണ്ടെത്താനുള്ള നിങ്ങളുടെ ചാൻസിനെയും കുറയ്ക്കുന്നു. കൂടാതെ പണം സമ്പാദിക്കാനുള്ള നിങ്ങളുടെ അവസരങ്ങളെയും ഇത് കുറയ്ക്കുന്നു. എക്സ്ട്രോവേർട്ടഡ് ആയ ആളുകൾക്ക് ഇൻട്രോവേർട്ടഡ് ആയ ആളുകളെ അപേക്ഷിച്ച് ലൈഫ് ടൈമിൽ 5 ലക്ഷം രൂപ കൂടുതൽ ഏൺ ചെയ്യാൻ കഴിയും. കാരണം എക്സ്ട്രോവേർട്ടഡ് ആയ ആളുകൾ ലെസ് അഗ്രിയബിളും മോർ ലൈക്കബിളും കൂടുതൽ നെറ്റ്വർക്ക് ചെയ്യുന്നവരുമാണ്. ഞാനും അതേപോലെ ആയിരുന്നു എന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സക്സസ്ഫുൾ ആകാൻ ഞാൻ സ്വയം എന്റെ ഷെല്ലിൽ നിന്ന് പുറത്തുവരാൻ സ്വയം ഫോഴ്സ് ചെയ്യേണ്ടി വന്നു. എന്നാൽ നിങ്ങൾ അത് ചെയ്യുമ്പോൾ ആ സോഷ്യൽ ഇന്റലിജൻസ് ഒരു സൂപ്പർ പവറാണ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഷെൽ എങ്ങനെ ബ്രേക്ക് ചെയ്യും? ഈസി. നിങ്ങളുടെ ഫോൺ ബുക്കിലുള്ള എല്ലാവർക്കും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ഒരു മാസ് മെസ്സേജ് അയക്കുക. ആളുകൾ നോ എന്ന് പറയുന്നതിനോ നിങ്ങളുടെ ഓഫർ റിജക്റ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നതിനോ നിങ്ങൾ ഭയപ്പെടും. നിങ്ങളത് മൂവ് പാസ്റ്റ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്ന അത്രയും ഫാമിലി മെമ്പേഴ്സുമായും ഫ്രണ്ട്സുമായും കോവർക്കേഴ്സുമായും മീറ്റപ്പ് സെറ്റ് ചെയ്യുക. ഇത് റെഗുലർലി ചെയ്യുക. നിങ്ങളുടെ കരിസ്മ സ്കൈ റോക്കറ്റ് ചെയ്യുന്നത് നിങ്ങൾ കാണും. ഈ കാണിച്ച 7 ചീറ്റ് കോഡുകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് തരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക.